സീനിയർ ആൺകുട്ടികളുടെ മത്സരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് അവിടെ ഇപ്പോൾ ആരംഭിക്കും. വിവരങ്ങളാണ് രുചീഷ് രവീന്ദ്രൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. രുചീഷ്, ഇന്നലെ വരെ ആതിഥേയരായിരുന്നു മുന്നിൽ, ഇന്നിപ്പോൾ ആരാണ്? രുചീഷ്, അങ്ങനെ ആ മത്സരം പൂർത്തിയായിരിക്കുകയാണ്. ഇതിലിപ്പോൾ ആരാണ്, ഏത് ജില്ലയ്ക്കാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്? സീനിയർ ബോയ്സിന്റെ 100 മീറ്റർ രണ്ടാം ഘട്ട മത്സരമാണ് പൂർത്തിയായത്. രുചീഷ്, ആരാണ് ഒന്നാമതെത്തിയത്? നിവേദ് കൃഷ്ണയാണ് വേഗരാജാവായിരിക്കുന്നത്. നിവേദിന്റെ പ്രതികരണങ്ങൾ. രണ്ടാമത്തെ ഭയങ്കര സങ്കടമുണ്ട്, അതിലെല്ലാം സന്തോഷമാണ്. പിന്നെ ആംഗിൾ ബെസ്റ്റ് ടൈം ആയിരുന്നു. ആംഗിൾ ഇഞ്ചുറി 1 മാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷയായിരുന്നു. അപ്പൊ എന്താ പറ്റിയത്? ഈ ആംഗിൾ ഇഞ്ചുറി പ്രശ്നമായിരുന്നു. ആംഗിൾ ഇഞ്ചുറി പ്രശ്നമായിരുന്നു. അതെ, ആംഗിൾ ഇഞ്ചുറി പ്രശ്നം തന്നെയാണ്. 1 മാസത്തോളം റെസ്റ്റ് ആയിരുന്നു. വരുന്ന ഒരാഴ്ച വർക്കൗട്ട് കിട്ടിയിട്ടുള്ളൂ. 1 വീക്ക് വർക്കൗട്ട് ഉണ്ട്. അപ്പൊ പിന്നെ ഫുൾ വർക്കൗട്ട് കിട്ടിയാൽ റെക്കോർഡൊക്കെ പറയാം, തീർച്ചയായും നടക്കും. എന്താണ് കോച്ചിന് പറയാനുള്ളത്? ഭയങ്കര കോൺഫിഡൻസ് ആണ്. ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. കോൺഫിഡൻസ് ഉള്ള ഒരു ബോയ് ആണ്. യൂത്ത് നാഷണൽസ് വിൻ ചെയ്താണ്. ഒരു ഭാവിയുള്ളൊരു കായികതാരമാണ്. ഇനി അടുത്ത നാഷണൽസ് പിടിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇനി ഒരു വേൾഡ് ജൂനിയർ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇന്ത്യനെ പ്രതികരിച്ച് പോകണമെന്നാണ് അടുത്ത ഒരു ലക്ഷ്യം. റെക്കോർഡ് കിട്ടാത്തൊരു നിരാശയുണ്ട് കോച്ചിനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ സീനിയർ ലെവലിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. HRDS എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ചിറ്റൂരിലെ സ്കൂളും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ അതുപോലെ തന്നെ ദേശീയ താരമാണ്. മകന് അതെ 400-100 ചെയ്തിട്ടുണ്ട്. എവിടെ? നാഷണൽ അത്ലറ്റാണ്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അച്ഛനാണ് ഇൻസ്പിറേഷൻ. അതെ, അച്ഛൻ തന്നെ ഇൻസ്പിറേഷൻ. അച്ഛൻ്റെ പേരെന്താ? ജ്യോതിപ്രകാശ്. അച്ഛനുണ്ടോ? ഇവിടെ ഉണ്ടോ? അച്ഛൻ മത്സരം കാണാൻ വന്നിട്ടുണ്ടോ? വളരെ സന്തോഷം. വളരെ സന്തോഷമില്ല. അച്ഛനുണ്ടല്ലേ? മുൻ അത്ലറ്റാണ്. ഒരു മുൻ അത്ലറ്റ് എന്ന നിലയിൽ മകന് കൊടുത്ത ഉപദേശം എന്തായിരുന്നു? ഉപദേശം എനിക്ക് ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആണ്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഉപദേശം. അതാണ് ടാർഗറ്റ്. അതവൻ ചെയ്യും. ആ കോൺഫിഡൻറ്റ് ഉണ്ട്. ഞങ്ങളൊരു 10-6-7 താഴ്ത്തി പ്രതീക്ഷിച്ചത്. അവൻ 4 ഇഞ്ച് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും 10-7 താഴ്ത്തി ഓടിയിട്ടുണ്ടാവും. ഉറപ്പായിട്ട് ഓടിയിട്ടുണ്ടാവും. 200 അവൻ റെക്കോർഡ് ഇട്ടിരിക്കും. രുചീഷ്, പല പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് നിവേദ് ആ ഇടത്തേക്ക്, ആ ട്രാക്കിലേക്ക് എത്തിയിട്ടുള്ളത്. അച്ഛൻ ദേശീയ താരം കൂടിയാണ്.
അഖില, അതാണ് അച്ഛൻ്റെ പ്രതീക്ഷയാണ് നിവേദ് നിറവേറ്റുന്നത്. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛനുണ്ടായിരുന്ന സ്വപ്നം അത് ഒരു ദേശീയ മെഡൽ മാത്രമല്ല, ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു മെഡൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ നേടണമെന്നതാണ് സ്വപ്നം. അത് അവൻ നേടിത്തരും എന്ന പ്രതീക്ഷയാണ് ഈ നിമിഷം നിവേദിന്റെ അച്ഛൻ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഹീറ്റ്സിനേക്കാൾ മികച്ച സമയം, ഹീറ്റ്സിൽ ഏറ്റവും മികച്ച സമയം കുറിച്ച താരം നിവേദായിരുന്നു. 11 സെക്കൻഡിലായിരുന്നു നിവേദ് ഈ 100 മീറ്റർ പൂർത്തിയാക്കിയിരുന്നത്. ഇപ്പോൾ 10.37 സെക്കൻഡിൽ മികച്ച സമയം, അതായത് ഹീറ്റ്സിനേക്കാൾ മികച്ച പ്രകടനം ഫൈനലിൽ കുറിച്ചുകൊണ്ട് മികച്ച പ്രകടനത്തിൽ തന്നെ ഈ ഫൈനലും പൂർത്തിയാക്കാനായി. എന്തായാലും മീറ്റിന്റെ വേഗരാജാവായി നിവേദ് മാറിയിരിക്കുകയാണ്.